ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാസം തേടി തന്ന മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമാധാനത്തിൽ പുലരുവാൻ പ്രാർത്ഥിക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, സർവ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രദർശിക്കണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, നിയോഗം
നമ്മൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങൾ ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ഉടമ്പടി ചെയ്യാത്തവരും ഇപ്പോഴാരാധന കൂടുന്നവർ അവരുടെ സ്വകാര്യ സങ്കടങ്ങൾ പ്രാർത്ഥനയായി പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ശ്രുതികടെ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കുരായിരം സ്തോത്രമേയം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കുരായിരം സ്തോത്രമേയം. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കുരായിരം സ്തോത്രമേയം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കുരായിരം സ്തോത്രമേയം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കുരായിരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ഭക്തിയോടെ സർവോപരി ഹൃദയംഗവുമായ പ്രത്യാശയോടെയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ആരാധനയിൽ നിങ്ങൾ പങ്കുകൊള്ളേണ്ടത്. ദിവ്യകാരുണ്യം അൾട്ടിമേറ്റായിട്ട് ആത്യന്തികമായിട്ട് ഒരു യോഗ്യതയെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മളുടെ ഒരു മെറിറ്റിലും അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവം ദിവ്യകാരുണ്യമായി തൻ്റെ സാന്നിധ്യം തിരുവോസ്തിയിൽ സംലഭ്യമാക്കിയിരിക്കുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിൻ്റെ പുരാതനമായ കരുണയുടെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും ഓർക്കണം, എന്താ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഞങ്ങൾ കൊലയോ ഉണ്ടായിരുന്ന കുടുംബമാണ്, പൂർവികരുടെ പാപശാപങ്ങളാണ് ഇന്നത്തെ ദുരാവസ്ഥയ്ക്ക് കാരണം. ഇങ്ങനെയുള്ള ഇൻഹിബിഷൻസ് ഇതെല്ലാം നൊട്ടോറിയസ് ഇൻഹിബിഷൻസാണ്. ഒരുതരം കുപ്രസിദ്ധമായിട്ടുള്ള മുൻവിധിയാണ് മനുഷ്യനുള്ളത്. ഇത് ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ ഇതാണ് നമ്മളെ ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് അകറ്റിക്കളയണ ഒരു കാര്യം. ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യം. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഇനിക്വിറ്റീസ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അയോഗ്യതയുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഓർത്ത് തേറുന്നുണ്ട്. പക്ഷേ ഇതൊന്നും
നമ്മളുടെ മെരിട്ടോ അല്ലെങ്കിൽ യോഗ്യതയോ ഒന്നും ദിവ്യകൃപാനയിലുള്ള കാരുണ്യത്തിന് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു തരം പർച്ചേസിങ് കപ്പാസിറ്റിയുള്ള കാര്യങ്ങളൊന്നുമല്ല. കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം മനുഷ്യനിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആനയെ നമുക്ക് വേണം. ഇപ്പം നമ്മൾ 10 രൂപ കൊടുത്ത് ആനയെ കിട്ടുമോ? ഇതാണ് നമ്മുടെ യോഗ്യതയുടെ ഒരവസ്ഥ. ആനയെ വാങ്ങിക്കാൻ 10 രൂപ കൊടുത്താൽ എങ്ങനെ കിട്ടണം? നമ്മുടെ 10 രൂപയേ ഉള്ളൂ, അതാ പ്രശ്നം. ഇതാണ് നമ്മുടെ യോഗ്യതയും ദൈവത്തിൻ്റെ അനന്ത കരുണയും തമ്മിലുള്ള ബിസിനസ് അവിടെ വെച്ച് അവസാനിക്കുക. അപ്പോൾ പിന്നെ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ കരുണ ആശ്രയിച്ചിരിക്കുന്നത്? അത് വിശുദ്ധ ഗ്രന്ഥം പറയണത് പുരാതനമായ ദൈവത്തിൻ്റെ ഉടമ്പടിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ യോഗ്യതയല്ല, മറിച്ച് ദൈവം നമ്മളോട് ദൈവം മുന്നിട്ടിറങ്ങി വന്നാണ്, ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അല്ല, നമ്മൾ അങ്ങോട്ട് ചെന്നതല്ല ഉടമ്പടി ചെയ്യാൻ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഉടമ്പടി രക്ഷാകരമായ ഉടമ്പടിയായി മാറാൻ കാരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. വീണ്ടെടുപ്പിന് ദൈവം വീണ് പോയതിനു ശേഷമുള്ള എല്ലാ ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളും വീണ്ടെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്വർഗീയ പൈതൃക വാത്സല്യത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകേണ്ടതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യതയെക്കാളുപരി അനാദികാലം മുതലേ മനുഷ്യരാശിയോട് അങ്ങ് കാണിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് സ്ഥാപിച്ച അങ്ങ് താല്പര്യമെടുത്ത് സ്ഥാപിച്ച ഉടമ്പടി ബന്ധങ്ങളോടുള്ള ഞങ്ങളുടെ വീഴ്ചയേക്കാൾ ഉപരിയുള്ള ഞങ്ങളുടെ വിശ്വസ്തതയെ അവിശ്വസ്തതയിൽ നിന്ന് അങ്ങ് രൂപപ്പെടുത്തിയെടുത്ത ഒഴുകിയ ദൈവകൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു. തന്നെ എൻ്റെ തിരുവുമാരനും അമ്മയ്ക്കും കോടി കോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 18/7/22 എടുക്കാനുണ്ടായ കാരണം എനിക്ക് നല്ലൊരു വയറുവേദന ഉണ്ടായിരുന്നു. അത് 3 വർഷമായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, ലേഖ, ഞാനൊരു തൈലം പുരട്ടി പ്രാർത്ഥിക്കാം, നീ അതിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഇത്രയും നാൾ ഞാൻ മരുന്ന് കഴിച്ചതല്ലേ, വിശ്വസിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ഹിന്ദുവാണ്. ആ ചേച്ചി വന്ന് എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ പുക്കളിൽ കുരിശ് വരച്ചു. 3-4 ദിവസമായിട്ട് ഉറങ്ങാത്ത ഞാൻ അന്ന് ആ ചേച്ചി തൈലം തേച്ചതിന് ശേഷം ഞാൻ അന്ന് രാവിലെ തൊട്ട് വൈകുന്നവരെ കിടന്നങ്ങ് ഉറങ്ങി. വീട്ടിലും ആരും എന്നെ വിളിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3-4 ദിവസം കൊണ്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അത് കാരണം വീട്ടിൽ ആരും തന്നെ എന്നെ വിളിച്ച് ഉണർത്തിയില്ല. പിന്നെ അതോടെ ഉണർന്നെഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ വയറുവേദന മാറി. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഫൈബ്രോയിഡാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഒരുപാട് പ്രാവശ്യം വയർ ഓപ്പൺ ചെയ്തതാണ്, സർജറി ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഇനിയും വയറ് കീറാനുള്ള ഇടം വരുത്തരുതേ, അല്ലാതെ തന്നെ ഇവരെല്ലാം എടുത്ത് നീക്കം ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ മറിയാമെന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കാൻ. അതോടെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തത്. അതിൽ ഞാൻ 6 നിയോഗം വെച്ചു. ആദ്യത്തെ നിയോഗം എൻ്റെ വയറുവേദനയുടെ തന്നെ ഞാൻ എഴുതി. ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിച്ചു. പിന്നെ എൻ്റെ മകന് വേണ്ടിയാണ് രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത്. 2 വർഷമായിട്ട് ജോലിയൊന്നുമില്ലാതെ തെക്കുവടക്ക് ഈ ആമ്പിള്ളാരുടെ നല്ല സമയമല്ലേ, ഉഴപ്പി നടക്കുന്ന സമയം. ഞാൻ വളരെ ദുഃഖിച്ചാണ് ഇവന് വേണ്ടി അത് എഴുതിയത്. അപ്പോൾ ജോലിയില്ലാതെ വന്ന് ഇവനെ വിളിക്കുമ്പോഴൊന്നും വരുത്തില്ല. അമ്മയ്ക്കെന്താ, വട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ഇത് നല്ലൊരു സ്ഥലമാണ്, നീ എൻ്റെ കൂടെ ഒന്ന് വാ,
നമുക്കവിടെ വരെ ഒന്ന് വൈകിട്ട് പോകാം. ഞാൻ ഈ വൈകിട്ടത്തെ സമയമൊക്കെ ഈ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി വരാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഇവനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ വണ്ടിയും കൊണ്ട് വാ, അമ്മയ്ക്ക് ഓടിക്കാൻ മേല, എനിക്ക് കൃപാസനത്തിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ വരാം. അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുവന്നു. ഞാനിവിടെ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പോൾ അവിടെ ജഡ്ജിയുടെ ഒരു വണ്ടി പുറത്ത് കിടപ്പുണ്ട്. വലിയ ആളാരാണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെടാ, അവരുടെയൊക്കെ മുമ്പിൽ നീ ആരാണ്? അമ്മയുടെ മുമ്പിൽ അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല മോനെ, നീ വന്ന് എൻ്റെ കൂടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറകോട്ട് നോക്കി ഇവൻ എൻ്റെ കൂടെ വന്നു. അവിടെ നിന്നൊന്ന് തൊഴുതു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവനെ കണ്ടില്ല. ഇവനെ തിരിഞ്ഞ് ദൈവമേ ഇവനെ അങ്ങോട്ട് പോയി. ഞാൻ എളുപ്പം തന്നെ ഓടി പുറകോട്ട് ചെന്ന് നോക്കിയപ്പം ഇവൻ ഫോണിൽ കൂടെ സ്പീച്ച് ചെയ്യുകയാണ്. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ ആരോടാ, വല്ല പെൺപിള്ളാരോടുമാണോ സംസാരിക്കുന്നത്? ഞാനങ്ങ് ചോദിച്ചു, ആരാ നിന്നെ ഇപ്പം വിളിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടാതെ ഇവൻ ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? അപ്പം സാലറിയുടെ കാര്യമൊക്കെ ഇവൻ പറയുന്നുണ്ടായിരുന്നു. ഈ തിരുനടയിൽ വന്ന് അന്ന് തന്നെ ഇവന് ജോലി അപ്പോൾ തന്നെ അവന് കിട്ടി, സാങ്ഷനായി. അവനൊരു ഇൻ്റർവ്യൂ നടന്നു. ആ സമയത്ത് തന്നെ സാലറി പറഞ്ഞു. സാലറി വെറും കുറച്ചാണ് ഇവൻ പറഞ്ഞത്, എങ്കിലും അതിന് മുകളിലായിട്ട് 50 പറഞ്ഞെങ്കിലും അവർ 65 തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ആഫ്രിക്കയിൽ HSV ഓഫീസറായിട്ട് അവന് ജോലി കിട്ടി. അത് എൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇവനിങ്ങനെ നടക്കുമ്പം ഞാൻ പറഞ്ഞു, ഈ ഉഴപ്പുഴ നടക്കുന്ന സമയത്ത് ആരുമില്ലാത്ത വേറൊരു സാധനവും കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് വേണം ഇവനെ വിടാൻ, അല്ലാതെ ഇവൻ നേരെയാകില്ല. എൻ്റെ അമ്മേ കാത്തുകൊള്ളണേ നീ എന്ന് പറഞ്ഞ് ഞാൻ എന്നും കരയുമായിരുന്നു. ദിവസവും രാവിലെ 5:30 ആകുന്നതിന് മുമ്പേ ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഞാൻ മുട്ടുകുത്തിക്കാരൻ ഇവൻ്റെ കാര്യങ്ങളാണ് മുമ്പേ പറയാറുള്ളത്. അതെല്ലാം എൻ്റെ അമ്മ സാധിച്ചു തന്നു. പിന്നെ എനിക്കൊരു 6 പവൻ്റെ സ്വർണം ഒരാൾക്ക് ഇതുപോലെ അവരുടെ അമ്മയ്ക്ക് സുഖമില്ല, പല പ്രാവശ്യമായിട്ട് എന്നോട് സ്വർണം മേടിച്ച് പണയം വെച്ചു. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഓച്ചറയിൽ. അപ്പോൾ അവിടെ വന്ന് ഓരോ പ്രാവശ്യം മേടിക്കുമ്പോഴും ഞാൻ വിചാരിക്കുക, ഈ സ്വർണം ഇരുന്നിട്ട് കാര്യമില്ല, ആരുടെയെങ്കിലും മക്കൾക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, ഒരു മോനേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. മോനെ ആരെങ്കിലും സഹായിക്കട്ടെ. അങ്ങനെ ഒരു സഹായം ഞാൻ കൊടുത്താണ്. അങ്ങനെ കൊടുത്തു 2-3 വർഷമായിട്ടും അവൻ 6 പവൻ എടുത്തു തന്നില്ല. അതുപോലെ തന്നെ ആ നിയോഗത്തിൽ ഞാൻ അതും വെച്ചു. അവൻ്റെ വസ്തു വിറ്റിട്ടാണ് ആ 6 പവനും എനിക്ക് എടുത്തു തന്നത്. അതും വേറെ നിയോഗം. അത് ചെറുതും വലുതുമായിട്ട് എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ അമ്മ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രേക്ഷിത വേലകളാണെങ്കിലും എല്ലാം അത് അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്. ഇനി അങ്ങോട്ടും ഞാൻ എൻ്റെ മകനോടും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട, ഞാൻ ഇതിൽ നിന്ന് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. എല്ലാ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സമയം കിട്ടുമ്പം പോയി അവരോടൊത്ത് സഹകരിക്കും. പിന്നെ അനാഥാലയം ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഒരു അനാഥാലയം. മിക്കവാറും മകനോടും പറഞ്ഞ് ചില ദിവസങ്ങളൊക്കെ ഒരു ചാക്കരിയും ഒക്കെ കൊണ്ടുപോയാലും എനിക്ക് തൃപ്തിയാവില്ല. അവർക്ക് എന്ത് കൊടുത്താലും എനിക്ക് തൃപ്തി വരത്തില്ല. ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ എൻ്റെ കൈ നിറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ സഹായിക്കാൻ. എനിക്ക് മകനും പറഞ്ഞ പോലെ അവൻ അയച്ചു തരും, പൈസയും തരും, എല്ലാവർക്കും കൊടുക്കാനൊക്കെ അവനും നിർബന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധിച്ചു തരും. അതുപോലെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 രൂപ ആദ്യത്തെ ശമ്പളത്തിൽ ഞാനിവിടെ കൊണ്ടുവന്ന് രസീത് എഴുതിച്ച് കൊടുത്തു. പിന്നീടൊന്നും ഇവനിങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയുടെ ഇതിലാണ് നടക്കുന്നത്. അത് പ്രേക്ഷിത വില. അതുപോലെ എല്ലാ മാസവും പത്രം മേടിക്കുമെന്ന്. പത്രം മേടിച്ച് ഒരിടത്ത് ഈ പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രാവശ്യം അങ്ങോട്ട് പോകത്തില്ല, അടുത്ത ദിവസം വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം വീട് കായംകുളമാണ്. കായംകുളത്ത് പോകുമ്പോൾ ആ ബന്ധു വീട്ടുകളിലൊക്കെ പോകുമ്പോൾ ആ പരിസരത്തെല്ലാം ഞാൻ 2 കെട്ട് പത്രവും ഇവിടെ വരുന്ന വണ്ടിയിൽ ഇറങ്ങി അലച്ച് തന്നെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അത് പത്രം ഇട്ടാണ് പോകുന്നത്. അവിടെ കാപ്പിലെ കൃഷ്ണപുരം അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് എൻ്റെ ഇതിൽ തന്നെ വന്ന് 10-15 പേരോളം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം അമ്മ അനുഗ്രഹം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥന. അതുപോലെ വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയിൽ ചിലപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ട്, മാരാരിക്കുളം ടെമ്പിളിനടുത്ത് തന്നെയാണ്.
അവിടെ വൈകിട്ട് 5:30, 6:30 ആകുമ്പോഴാണ് അടച്ചിട്ട് വരുന്നത്. എന്നാലും വീട്ടിൽ വന്ന് ജോലി കഴിഞ്ഞാലും ചിലപ്പോൾ 10:30 ആകും. എന്നാലും ആ സായാഹ്ന പ്രാർത്ഥന മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. ബൈബിള് ഓരോ ഭാഗം വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ഭാഗവും വായിച്ചു തീർന്ന് പിന്നീടും എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങും. പക്ഷേ 91-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 125-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം, ഇതെല്ലാം ഞാൻ എല്ലാ ദിവസവും വായിച്ച് ഉറങ്ങുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഈ ജപമാല കൊണ്ട്, അതുപോലെ തന്നെ വൈകിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞാലും എനിക്ക് ജപമാല ചെല്ലണം. ഈ മൊത്തം 5 രഹസ്യങ്ങളും ഞാൻ 5 രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ വൈകിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ വൈകിട്ട് 11 മണിയായാലും ഫ്രണ്ടിലുള്ള ആ വരാന്തയിൽ ഞാൻ ഈ ജപമാലയും കൊണ്ട് നടക്കും. ആ 5 എന്താണെന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങി ചെല്ലരുതല്ലോ. അകത്ത് മെഴുകുതിരി കത്തിച്ച് വയ്ക്കും. അതുപോലെ തന്നെ പുറത്ത് ഈ ജപമാല നടന്ന് ഞാൻ ചൊല്ലി തീർക്കും. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അഥവാ എനിക്ക് വല്ല തലവേദനയോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് എന്ന് പറയും, അമ്മ ഞാനൊന്ന് കിടന്നോട്ടെ, വൈകിട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയില്ലല്ലോ. പിന്നെ എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഈ ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അന്നത്തെ രഹസ്യം ഞാൻ ചൊല്ലും. ആ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞേ ഞാൻ അത് നിർത്താറുള്ളൂ. ആ പ്രാർത്ഥന കഴിഞ്ഞ് എന്നിട്ട് ജോസഫ് അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം ഇരുന്ന് കേൾക്കും. പിന്നെ കിച്ചണിലാണെങ്കിലും ആ യൂട്യൂബിൽ കാണുന്ന എല്ലാ ഇതും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഒരു 15 പേർക്കെങ്കിലും ഇത് യൂട്യൂബിലൂടെ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടി നന്ദി പറയുന്നു എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും. പിതാവിനും അമ്മയ്ക്കും 100 നന്ദി. മലയാളം എനിക്ക് കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചത് അതിനപ്പുറം ഹിന്ദിയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. അപ്പോൾ ഓൾറെഡി എന്നെ പലവട്ടമായിട്ട് വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകെട്ടി, എല്ലാവർക്കും അറിയാമല്ലോ, ടീനേജ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറങ്ങിയടിച്ച് നടക്കുന്നതാണ്. എല്ലാ ന്യൂ ജനറേഷൻ പിള്ളേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും അതുകൂട്ട് തന്നെയായിരുന്നു. അടിച്ചു പൊളിച്ചൊക്കെ കണക്ക് കൊടുന്ന് വിശ്വാസമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഹിന്ദുവാണ്. പക്ഷേ എന്നാലും 10th ശേഷം നമ്മുടെ എല്ലാം കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ജാതിക്കാരും ഒന്നാണ്. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകതര സ്നേഹമാണ്. ബിക്കോസ് അവിടെ ജാതി ഭേദം അതൊന്നും ഇല്ലാതെയാണ് എല്ലാവരും താമസിക്കുന്നതെന്ന് അവർക്കറിയാം. സോ എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു വട്ടം അമ്മ ഇത് കൂട്ട് തന്നെ പറഞ്ഞു കൂട്ട് തന്നെ വയ്യാന്ന് പറഞ്ഞു എൻ്റെ അടുക്ക്. ഞാൻ കുറേ വട്ടം എന്നെ വിളിച്ചു, ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ല, ചുമ്മാ ഇതിലൊന്നുമല്ല, മനസ്സിൽ മതി, വിശ്വാസം അത്രേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുന്നത്. എങ്ങും പോകത്തില്ല, പള്ളിയിൽ നിന്ന് മാത്രമല്ല അമ്പലം എങ്ങും പോകത്തില്ലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എവിടുന്നാണെന്നറിയില്ല, ഞാൻ ഇതുവരെ ആ CV കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കമ്പനി എടുക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ പേജിൽ CV തീർന്നു. കാരണം അന്ന് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 2020 ഞാൻ 2018 ഡിപ്ലോമ പാസ് ഔട്ടായിട്ട് 1920 ഓൾറെഡി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് എല്ലാവർക്കും, പുതിയ പിള്ളേർക്കും എഡ്യൂക്കേറ്റഡ് ഉള്ളവർക്കും അറിയാം. ബിക്കോസ് ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും എടുക്കത്തില്ല. അപ്പോൾ പണ്ടെങ്ങാണ്ട് നൗക്കരിക്കകത്തിട്ട ഒരു CV-യാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഫ്രം മുംബൈ അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫേക്കാണ്. എന്നിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുകൂട്ട് വന്ന് ജസ്റ്റ് ഒന്ന് അമ്മയെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇവിടെയൊക്കെ വന്ന് തൊഴുതിട്ട് ഞാൻ നേരെ പുറത്തു പോയി. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ജസ്റ്റ് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജിയുടെ കാര്യം പറഞ്ഞത് തന്നെ, ഇത്ര ഹൈ റേഞ്ചിലുള്ള ഹൈ ലെവലിലുള്ള ആൾക്കാർ വരുന്നത് നീ ആരാന്ന് എൻ്റെ അടുക്ക് അമ്മ ചോദിച്ചത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ പുറത്ത് നിന്നോളാം. അപ്പോൾ ഞാൻ അമ്മയെ കയറ്റി ഒന്ന് മുഖം കാണിച്ച് ഇവിടെയൊക്കെ ഒന്ന് തൊഴുത് എന്നിട്ട് പുറത്തു പോയി. മനസ്സോടെയാണ് വന്നിട്ട് ജസ്റ്റ് അമ്മയെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോള് വന്നു. അമ്മ ചോദിച്ചോട്ട് ഇംഗ്ലീഷിലാണ് കോള് വന്ന്, ഇതുകൂട്ട് ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുവാണ് നിങ്ങളുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ CV ആയിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ അന്നേരം ഓണം ടൈമാണ്. അപ്പോൾ ഞാൻ റിഫൈനറി ഓൾറെഡി എനിക്കൊരു വർക്കുണ്ട്, HPCL റിഫൈനറി. ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ അത് കളഞ്ഞിട്ട് വന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ ഓൾറെഡി ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട് ഓച്ചിറ, അവിടെ ലാംസി എന്ന് പറഞ്ഞൊരു കടയാണ്. അപ്പോൾ അവിടത്തേക്ക് ഈ ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എന്നെ വിളിച്ച്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോള് വന്ന് ഞാൻ എടുത്ത് ഇതുകൂട്ടാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുക്ക ചോദിക്കുക, ജോലി കിട്ടിയതുമല്ല, ഞാൻ അവരുടെ അടുക്ക എഗെയിൻസ്റ്റ് ചോദിക്കുവാണ്. HR ഒരു മാഡം ആയിരുന്നു. ആ മാഡത്തിൻ്റെ അടുക്ക ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് എൻ്റെ CV എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചത്.
ഞാൻ ജോലിയുടെ കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്, CV ആരും തന്ന. അപ്പോൾ അവർ പറഞ്ഞ് റെഫറൻസ് അല്ല, ഇത് ഞങ്ങൾ നൗക്കരി ത്രൂ എടുത്തതാന്ന്. ഞാൻ പറഞ്ഞ ആ CV എഡിറ്റഡ് അല്ല, അപ്ഡേറ്റഡ് അല്ല, പിന്നെ അങ്ങനെ അല്ല ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഓൾറെഡി ആ ടൈമിൽ തന്നെ വോയിസ് കോള് നമ്മുടെ മാനേജറിൻ്റെ ഡയറക്ടറിൻ്റെ കൊടുത്ത്, സേഫ്റ്റി ഡയറക്ടറിൻ്റെ കയ്യിൽ. അന്നേരം തന്നെ എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ സാറ് ചോദിക്കുന്നുണ്ട്, നീ ട്രാവലിങ്ങിലാണോ അതോ പുറത്തെവിടെയെങ്കിലും ആണോ? ഞാൻ പറയും ഇതുകൂട്ടി ഞാനൊരു പള്ളി വരെ വന്നതാണ്, കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നതാണ്. സാറ് പറഞ്ഞു ഇത് ഹൈവേ സൈഡിലാണെന്ന് പറഞ്ഞ്, നാളെ തന്നെ വണ്ടി കയറിക്കോളണമെന്ന് പറഞ്ഞ് മുംബൈക്ക്. പുള്ളി ഇങ്ങോട്ട് ഫുള്ള് എൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ ട്രാക്കിംഗ് ലിസ്റ്റ് എടുത്ത് എവിടെ വീട് അതുവരെ പുള്ളിക്കറിയാം. പുള്ളി പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് ഈ ട്രെയിനുണ്ട്, ഇതിന് നാളെ കയറിക്കോളാൻ പറഞ്ഞു. അത്രയും വരെ എടുത്തിട്ടാണ് ആ ഡയറക്ടർ എന്നെ വിളിച്ചത്. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് ഇത് ഫേക്ക് ആയിരിക്കും, ഇപ്പോൾ ഒരുപാട് ഇത് ജോബ് സ്കാംസ് നടക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയി പ്രശ്നമായി. വീട്ടിൽ പറഞ്ഞ് ഇത് ചിലപ്പോൾ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയാന്ന്. പക്ഷേ ചെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി. അച്ഛൻ എന്നിട്ട് ഞാൻ അറിയാതെ പാസ്പോർട്ട് എടുത്ത് അയച്ചു കൊടുത്തു അവരുടെ അഡ്രസ്സിൽ. ഞാൻ എന്നിട്ട് പിന്നെ അലമ്പി അവിടെ. ഞാൻ ഇതൊക്കെ ജോബ് സെറ്റായിട്ട് ഞാൻ പിന്നെ അലമ്പി. ഞാൻ പിന്നെ കൂട്ടുകാരന്മാരുടെ കൂടെ ഓണമൊക്കെ അല്ലേ അപ്പോൾ അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഞാൻ ഈ ജോബിനെ കുറിച്ച് മൈൻഡ് ചെയ്തില്ല. പക്ഷേ എന്നാലും എൻ്റെ പേരൻസ് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ആ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്തു. അഡ്രസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ നേരെ അവർക്ക് എത്തി. ഇത് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു, കാരണം ആ CV മെയിൽ ID എൻ്റെയാണ്. അപ്പോൾ ആ മെയിൽ ID എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താങ്ക് യു, യുവർ പാസ്പോർട്ട് ഹാവ് ബിൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ റിപ്ലൈ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ബഹളം, ഇത് ആരെ അയച്ചു കൊടുത്ത്, അവർ ഫേക്കാണ്, ഇനി എനിക്ക് പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കേണ്ടെങ്കിൽ വരും. അപ്പോൾ അച്ഛനാണ് എൻ്റെ അടുക്ക പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. നെക്സ്റ്റ് ഡേ ഞാൻ കൂളായി. അച്ഛൻ പറഞ്ഞു എന്തായാലും ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, നീ എന്തായാലും പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരെ അവിടെ പോയി നല്ല അടിപൊളി കമ്പനിയായിരുന്നു. 15 days മാത്രമേ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൂ. നല്ല അടിപൊളി കമ്പനി, അവർ ഫുള്ള് 3 star ഹോട്ടൽ ഫെസിലിറ്റി എല്ലാം. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു കമ്പനി കാണുന്നത്. ഇത്രയും നല്ലൊരു സ്റ്റാഫ്, ക്രൂ, 10-35 ടീം തന്നെ ഉണ്ട്. എന്താണ്ട് G+20 എങ്ങാണ്ട് ബിൽഡിംഗ് ആണ് മുംബൈയിൽ, മഹാരാഷ്ട്ര താനെ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത്രയും വലിയ ബിൽഡിംഗ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കൊച്ചി പോലും നമുക്ക് അത്രയും വലിയ ബിൽഡിംഗ് ഇപ്പോഴും ഇല്ല. അതിനകത്ത് ഒരു 7th ഫ്ലോറിലായിരുന്നു, G+7th ഫ്ലോറിലായിരുന്നു നമ്മുടെ ഓഫീസ്. അങ്ങനെ അവിടെ ചെന്നിട്ടും ടൈം ഇവർ പെട്ടെന്ന് വിളിച്ചു വരുത്തി. വിസ ഇല്ല, ഓഫർ ലെറ്റർ ആയിരുന്നില്ല, എല്ലാം ഇവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വരിക. അങ്ങനെ വിസ വന്ന് ടിക്കറ്റ് വന്നു. അപ്പോൾ ഇവർ എൻ്റെ ഓഫർ ലെറ്ററിനകത്ത് സ്പെസിഫൈ ചെയ്തത് ആഫ്രിക്കൻ കൺട്രീസ് എന്നേ ഉള്ളൂ, ബംഗ്ലാദേശ്, നേപ്പാൾ. ആഫ്രിക്കൻ കൺട്രീസിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല വിച്ച് കൺട്രി ആണെന്ന്, മീൻസ് ഏത് സ്ഥലത്തോട്ടാണ്. ഇപ്പോൾ നൈജീരിയ, കെനിയ, ഇതുകൂട്ടത്തൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയത് സൊമാലി ലാൻഡ്. അതിനൊരു കാരണമുണ്ട്. ഈ സൊമാലി ലാൻഡിലെന്ന് പറഞ്ഞൊരു മുസ്ലിം കൺട്രിയാണ്, അവിടെ ആൽക്കഹോൾ ബാൻഡാണ്. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അറിയാതെ, എനിക്ക് മലയാളം അറിയത്തില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് അമ്മ എഴുതി കയറ്റിയതായിരുന്നു ഇത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഇത്, അപ്പം ഞാൻ നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു ഈ നാട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഡ്രൈ കൺട്രി. ഇഫ് വി ഡ്രിങ്ക് അവിടെ $2,000 അവിടെ എല്ലാം. $1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 86 rupees. $2,000 3 വർഷം ജയിലാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികൾ ആരും ഈ പരിപാടിക്ക് പോകത്തില്ല. കാരണം ഉള്ളത് നമുക്ക് നല്ല ശമ്പളം കിട്ടിയായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് അത് വന്നിട്ട് നാട്ടിൽ വരുമ്പോഴല്ല നല്ലത്. വെറുതെ അവിടെയൊക്കെ കിടന്നുകൊണ്ട് ഇന്ത്യൻ എംബസി പോലും ഇല്ല. അപ്പോൾ ഞാനിത് അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ ഇത് സാധനങ്ങളൊന്നുമില്ല, തിയേറ്റർ ഇല്ല, അടിച്ചുപൊളിയില്ല, ഞാൻ തിരിച്ചു വരുക, ദുബായ് വല്ലതും നോക്കാം, നല്ല അവിടെയാ, അതാകുമ്പോൾ എല്ലാം ഉണ്ടെന്ന്. അപ്പം അമ്മ പറയും നീ പേടിക്കണ്ട, മനഃപൂർവ്വം തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ, അത് മാതാവ് വിട്ടാണ്, നീ അവിടെ നിൽക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ 1 year കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് ഇന്ത്യൻ കമ്പനിയായിട്ട്. ഞാൻ ഒരു കോൺട്രാക്ടർ ബേസിലായിരുന്നു ക്ലയൻറ്റ്. അവിടുത്തെ തന്നെ സോം ഗ്യാസ് എന്ന് പറഞ്ഞ അവിടുത്തെ വലിയ ഗവൺമെൻറ് പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ എനിക്ക് കൺസൾട്ടൻറ്റ് ഒരു ദുബായ് ബേസ്ഡ് കമ്പനി, പാകിസ്ഥാനി കമ്പനിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ ദുബായിൽ പോയി. ദുബായിലാണെന്ന് പറഞ്ഞ് ഓക്കെ ലൊക്കേഷൻ ദുബായ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ മാറ്റി. പിന്നെ ഈ സ്ഥലത്ത് തന്നെ 2ാമത്തെ വർഷം ഈ സ്ഥലത്ത് തന്നെ ഞാൻ മടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ ഒരു എൻജോയ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ വരിക, പേരൻസായിട്ട് കോൾ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് കോൾ ചെയ്യുക, ഇത് മാത്രം. ഒരു 1 day നമുക്ക് ലീവുണ്ട്. പിന്നെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, എല്ലാം നമ്മുടെ 1 year കോൺട്രാക്റ്റാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഒരു വരുന്നല്ല 15 അമ്മ പറഞ്ഞു വിട്ട് 15 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. കാരണം 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്നെ നിർത്തുന്നില്ല. അടുത്ത എനിക്ക് കിട്ടുക എന്താണ് ഓഫർ ലെറ്റർ, വിസ ഓൾറെഡി ഉണ്ട്, അടുത്ത കമ്പനി മാറുക. സെയിം സ്ഥലത്ത് തന്നെ ക്ലയൻറ്റിൽ കിട്ടി. അവരാണ് പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ കയറണം. അതും ആഫ്രിക്ക തന്നെ.
ഇപ്പം ഞാൻ ആഫ്രിക്കയിൽ തന്നെയാണ്. മിക്കവാറും ഞാൻ അവിടെ തന്നെ പെർമനൻ്റ് ആവും. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല. വേറെ എല്ലാം മരുന്ന് റിജക്റ്റ് തന്നെ അടിച്ചു പോവുകയാണ്. കാരണം വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ സൗദി അവിടെ എല്ലാം അടിപൊളിയാണ്. എല്ലാം കാണും, അലമ്പാനുള്ള എല്ലാ ഇതുമുണ്ട്, ലൂപ്സ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇപ്പോൾ ആഫ്രിക്കയിൽ തന്നെയാണ്. ഞാനിപ്പോൾ ആഫ്രിക്കയിൽ തന്നെയാണ് വന്നത്. ഇനിയും തിരിച്ച് ഞാൻ ആഫ്രിക്കയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഓൾറെഡി ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ അമ്മയായിട്ട് വന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അറിയാതെ അമ്മ എടുത്തതാണ് ഉടമ്പടി. അപ്പോൾ എനിക്കും പറയണമെന്ന് തോന്നി. എല്ലാത്തിനും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.